ഹായ്, വിയറ്റ്നാമിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാനോയിൽ നിന്നും വിയറ്റ്നാമിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡനാങ് എന്ന സ്ഥലത്തേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്ന രാവിലത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തതിനാൽ 3 മണിക്കൂർ കഴിഞ്ഞുള്ള വേറൊരു ഫ്ലൈറ്റിനാണ് പോകുന്നത്. ഏകദേശം 800 കിലോമീറ്ററാണ് ഹാനോയിൽ നിന്നും ഡനാങ്ങിലേക്കുള്ള ദൂരം. ഫ്ലൈറ്റിന് 1 മണിക്കൂർ സമയമെടുക്കും. വിയറ്റ്നാമിലെ എല്ലാ നഗരങ്ങളും വിമാന സർവീസുകളാൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. വിയറ്റ്നാം യുദ്ധസമയത്ത് ദക്ഷിണ വിയറ്റ്നാമീസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യോമസേനകൾ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന വ്യോമതാവളമായിരുന്നു ഡനാങ് വിമാനത്താവളം. ദിവസേന 2500-ലധികം എയർക്രാഫ്റ്റ് ട്രാഫിക് ഓപ്പറേഷനുകൾ ഉണ്ടായിരുന്ന ഈ ബേസ് യുദ്ധകാലത്ത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എയർക്രാഫ്റ്റ് ഹബ്ബുകളിലൊന്നായിരുന്നു. തീരുമാനിച്ചതിലും താമസിച്ച് ഡനാങ്ങിൽ എത്തിയതുകൊണ്ട് നേരെ കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. ഡനാങ്ങിന്റെ ജീവനാഡിയായ ഹാൻ നദിയാണിത്. സർപ്പത്തിന്റെ രൂപത്തിലുള്ള മുഖഭാഗമുള്ള ഹാൻ നദിക്ക് കുറുകെയുള്ള ഡ്രാഗൺ ബ്രിഡ്ജാണ് മറുഭാഗത്ത് കാണുന്നത്. ഗുജറാത്തികൾ നടത്തുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നുമായിരുന്നു ഉച്ചഭക്ഷണം. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ ലഭിക്കുന്ന ധാരാളം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ വിയറ്റ്നാമിലുണ്ട്. പക്ഷേ റേറ്റ് ഒരു ശകലം കത്തിയാണെന്ന് മാത്രം. ഒരു ക്ലാസ് 1 മുനിസിപ്പാലിറ്റിയും വിയറ്റ്നാമിലെ 5ാമത്തെ വലിയ നഗരവുമാണ് ഡനാങ്. ഹാൻ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം പടിഞ്ഞാറ് പർവ്വതങ്ങളാലും കിഴക്ക് ദക്ഷിണ ചൈന കടലിലാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ഒരു വലിയ നദിയുടെ വാതിൽ എന്നർത്ഥം വരുന്ന ഡാനാക് എന്ന വാക്കിന്റെ വിയറ്റ്നാമീസ് അനുരൂപമാണ് നഗരത്തിന്റെ ഇപ്പോഴത്തെ പേര്. വിയറ്റ്നാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങളിലൊന്നായ ഡനാങ്ങിന് നൂറ്റാണ്ടുകൾ നീണ്ട ഒരു സമ്പന്നമായ ചരിത്രമുണ്ട്. ചമ്പ രാജ്യത്തിന്റെ കാലത്ത് ടുരാൻ എന്നറിയപ്പെട്ടിരുന്ന ഹാൻ നദിക്കരയിലുള്ള ഡനാങ്ങിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം ഇതിനെ ഒരു പ്രധാന വ്യാപാര തുറമുഖമാക്കി മാറ്റി. 17ാം നൂറ്റാണ്ടിൽ ഇത് വിയറ്റ്നാമീസ് നിയന്ത്രണത്തിന്റെ കീഴിലാവുകയും പിന്നീട് എൻഗ്വേൻ രാജവംശത്തിന്റെ കാലത്ത് ഒരു പ്രധാന കേന്ദ്രമായി മാറുകയും ചെയ്തു. ഫ്രഞ്ച് കൊളോണിയൽ കാലഘട്ടത്തിൽ നഗരം കൂടുതൽ പ്രാധാന്യം നേടി ഒരു പ്രധാന തുറമുഖമായി പ്രവർത്തിക്കുകയും ഗണ്യമായ സാമ്പത്തിക വികസനത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കൻ ദക്ഷിണ വിയറ്റ്നാമീസ് സേനകളുടെ ഒരു നിർണായക സൈനിക കേന്ദ്രമെന്ന നിലയിൽ ഡനാങ് നിർണായക പങ്ക് വഹിച്ചു. നഗരം കനത്ത ബോംബാക്രമണത്തിനും നാശനഷ്ടങ്ങൾക്കും വിധേയമായി. യുദ്ധാനന്തര കാലഘട്ടത്തിൽ ഡനാങ് സാമ്പത്തിക പുനരുജ്ജീവനവും ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവും നേടി ഒരു പ്രധാന സാമ്പത്തിക ടൂറിസ കേന്ദ്രമായി ഉയർന്നു. ഡനാങ്ങിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, മനോഹരമായ ബീച്ചുകൾ, ആധുനിക ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്നിവ ഇതിനെ ഒരു ഊർജ്ജസ്വലവും ചലനാത്മകവുമായ നഗരമാക്കി മാറ്റുന്നു. ഞാൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ റോഡിന്റെ ഇടതുഭാഗത്ത് വിയറ്റ്നാം യുദ്ധത്തിനു ശേഷം വളർന്നു വന്ന റിസോർട്ടുകളും മാളുകളും നിറഞ്ഞ ഒരു സ്ഥലമാണ്. വലതുവശം ഒരു കാലത്ത് അധിനിവേശ ശക്തികളുടെ സൈനിക താവളമായിരുന്നു. ഡനാങ് നഗരത്തിന് തെക്ക് സ്ഥിതി ചെയ്യുന്ന 5 ചുണ്ണാമ്പുകല്ല് കുന്നുകളുടെ ഒരു കൂട്ടമാണ് മാർബിൾ പർവ്വതനിരകൾ. ലോഹം, വെള്ളം, മരം, തീ, ഭൂമി എന്നീ 5 മൂലകങ്ങളുടെ പേരിലാണ് ഈ പർവ്വതങ്ങൾ അറിയപ്പെടുന്നത്. എല്ലാ പർവ്വതങ്ങൾക്കും ഗുഹാമുഖങ്ങളും നിരവധി തുരങ്കങ്ങളും ഉണ്ട്. നിരവധി ബുദ്ധസങ്കേതങ്ങളും ഈ മലനിരകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ പ്രദേശം കല്ലുകൊണ്ടുള്ള ശില്പങ്ങളുടെ നിർമ്മാണത്തിനും കരകൗശല വസ്തുക്കൾക്കും പേരുകേട്ടതാണ്. പർവ്വതങ്ങളിൽ നിന്ന് നേരിട്ട് പാറയെടുക്കുന്നത് അടുത്ത കാലത്തായി നിരോധിച്ചിരിക്കുകയാണ്. മറ്റു പ്രവിശ്യകളിലെ ക്വാറികളിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ കല്ലുകൾ കൊണ്ടുവരുന്നത്. ഇന്ന് സന്ദർശകർക്ക് ഏറ്റവും ഉയർന്ന ഭാഗത്ത് വരെ എത്താവുന്ന ഏക മാർബിൾ പർവ്വതം വാട്ടർ മൗണ്ടൻ എന്ന തുയ് സോൺ പർവ്വതമാണ്. നിരവധി ഗ്രോട്ടോകളും ഹിന്ദു ബുദ്ധ സങ്കേതങ്ങളും ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. മാർബിളിൽ കൊത്തിയെടുത്ത മതപരമായ രംഗങ്ങളുടെ പ്രതിമകളും റിലീഫ് ചിത്രീകരണങ്ങളും ഈ മലയിലെ സങ്കേതങ്ങളിൽ കാണാം. ചുറ്റുമുള്ള പ്രദേശത്തിന്റെയും മറ്റ് മാർബിൾ പർവ്വതങ്ങളുടെയും വിശാലമായ ഒരു പനോരമിക് കാഴ്ച ഇതിന്റെ മുകളിൽ നിന്നും ലഭ്യമാണ്. താഴെ നിന്നും എലിവേറ്റർ കയറി എത്തുന്നത് 200 വർഷത്തിലധികം ചരിത്രമുള്ള ലിൻ ഉങ് പഗോഡയുടെ ഭാഗങ്ങളിലാണ്. പഗോഡയിലേക്കുള്ള വഴിയിലാണ് സാ ലോയി ടവർ സ്ഥിതി ചെയ്യുന്നത്. 1997 നിർമ്മിച്ച 28 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന 7 നിലകളുള്ള ഈ ബെൽ ടവർ 7 വികാരങ്ങളെ പ്രതിനിധീകരിക്കുന്നു. പഗോഡയുടെ നിലകളിൽ കയറുന്നതിലൂടെ ഈ വികാരങ്ങളെ മറികടക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ശിലാപ്രതിമകളുടെ ശേഖരമെന്ന നിലയിൽ ബുദ്ധൻ, ബോധിസത്വൻ, അർഹത് എന്നിവരെ ഉൾപ്പെടെ 200 പ്രതിമകൾ ഇതിന്റെ ഉള്ളിലുണ്ട്.
വാട്ടർ മൗണ്ടനിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ബുദ്ധക്ഷേത്രമാണ് ലിൻ ഉങ് പഗോഡ. 1825 പണി കഴിപ്പിച്ച പഗോഡ ഡനാങ്ങിലെ 3 ലിൻ ഉങ് പഗോഡകളിൽ ഒന്നാണ്. അതിശയകരമായ വാസ്തുവിദ്യ, ശാന്തമായ ചുറ്റുപാടുകൾ, നഗരത്തിന്റെ വിശാലമായ കാഴ്ചകൾ എന്നിവയ്ക്ക് പേര് കേട്ടതാണ് ഈ പഗോഡ. 18-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ലിൻ ഉങ് പഗോഡ മരം, ഇഷ്ടിക എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചത്. 1901 ഭീകരമായ ചുഴലിക്കാറ്റ് പഗോഡയുടെ പല ഘടനകൾക്കും കേടുപാടുകൾ വരുത്തി. പ്രധാന ഹാളിൽ ബുദ്ധനെ 3 രൂപങ്ങളിൽ 3 തവണ ആരാധിക്കുന്നു. ഇടത് ഭൂതകാലത്തെയും മധ്യഭാഗം വർത്തമാനത്തെയും വലതുവശം ഭാവിയെയും പ്രതിനിധീകരിക്കുന്നു. മെയിൻ ഹാളിന്റെ ഇടതുവശത്ത് ഒരു കുളത്തിന്റെ നടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന ലേഡി ബുദ്ധ പവലിയനുമുണ്ട്. പർവ്വതങ്ങളിൽ കാവൽ നിൽക്കുന്ന 10 മീറ്റർ ഉയരമുള്ള ഭീമാകാരമായ വെളുത്ത ബുദ്ധപ്രതിമയ്ക്ക് പേര് കേട്ടതാണ് ഈ പഗോഡ. ഈ പ്രതിമയുടെ ചുറ്റുപാടും ബുദ്ധനെ കാക്കുന്ന അനേകം വ്യാളികളുണ്ട്. വാട്ടർ മൗണ്ടനിൽ പല ഗുഹകളുണ്ട്. അവയിലൊന്നാണ് ലിൻ ഉങ് പഗോഡയുടെ പുറകിൽ സ്ഥിതി ചെയ്യുന്ന ടാങ്ചോൻ ഗുഹ. 12-ാം നൂറ്റാണ്ട് മുതൽ വിയറ്റ്നാമിലെ തീരപ്രദേശങ്ങളിലെ യഥാർത്ഥ നിവാസികളായിരുന്ന ചാം എന്നറിയപ്പെടുന്ന ആളുകൾ ഇവിടെ താമസിക്കുകയും ദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്തിരുന്നു. ഈ ഗുഹ 5 വ്യത്യസ്ത ഗുഹകളുടെ ഒരു സമുച്ചയമാണ്. ഇന്ന് ഗുഹയുടെ പ്രധാന സ്ഥലത്തുണ്ടായിരുന്ന പഴയ ദൈവങ്ങളുടെ പ്രതിമകൾക്ക് പകരം ശാക്യമുനി ബുദ്ധൻ ധ്യാനത്തിലേക്കും നിർവ്വാണത്തിലേക്കും പ്രവേശിക്കുന്ന ഒരു ശിലാപ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. ഗുഹയുടെ ഈ ഭാഗത്ത് ഒരു ചെസ് ബോർഡ് കാണാം. പണ്ട് ദേവന്മാർ ചെസ് കളിക്കാനും സംസാരിക്കാനും ഇവിടെ ഇറങ്ങാറുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം. മാർബിൾ പർവ്വത നിരകളിലെ ഏറ്റവും വലിയ ഗുഹകളിൽ ഒന്നാണ് വാട്ടർ മൗണ്ടന് ഏറ്റവും മുകളിലുള്ള ഹുയൻ ഗോങ് ഗുഹ എന്ന സ്വർഗത്തിലെ ഗുഹ. സ്വർഗത്തിലെ ഗേറ്റ് എന്ന് വിളിക്കുന്ന പാറകൾക്കിടയിലുള്ള ഒരു കവാടവും കടന്ന് 100-ലധികം കൽപ്പടവുകൾ കയറി വേണം ഗുഹയിലെത്താൻ. ഗുഹയ്ക്ക് ഉയർന്ന താഴികക്കുടത്തിന്റെ ആകൃതിയിലുള്ള പ്രവേശന കവാടവും സീലിംഗിൽ നിരവധി ദ്വാരങ്ങളുള്ള വിശാലമായ അറയുമുണ്ട്. ആകർഷണീയവും നിഗൂഢവുമായ അന്തരീക്ഷം കാരണം ഗുഹ ആകർഷണമാണ്. സ്റ്റാലക്ടൈറ്റുകളും സ്റ്റലാഗ്മിറ്റുകളും കൊണ്ട് അലങ്കരിച്ച പ്രകൃതിദത്തമായ ഗ്രോട്ടോ ഒരു ഭൂമിശാസ്ത്ര വിസ്മയമാണ്. ചരിത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിലുള്ള ബുദ്ധ ഹിന്ദു ദേവതകളുടെ നിരവധി ക്ഷേത്രങ്ങളും പ്രതിമകളും ഈ ഗുഹയിലുണ്ട്. ഒരു ചെറിയ ക്ഷേത്രവും ഭീമാകാരമായ മാർബിളിൽ തീർത്ത ബുദ്ധനും ഇതിലടങ്ങിയിരിക്കുന്നു. ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ശാക്യമുനി ബുദ്ധയുടെ പ്രതിമയും അതിന് താഴെ ബോധിസത്വ ക്ഷിതിഗർഭയുടെ ബലിപീഠവുമുണ്ട്. വിവാഹങ്ങൾക്കും പ്രണയബന്ധങ്ങൾക്കുമായുള്ള ദേവനും ദേവിക്കും സമർപ്പിച്ചിരിക്കുന്ന ഇതിനുള്ളിലെ ഒരു ആരാധനാലയം ദമ്പതികൾക്കും അവിവാഹിതർക്കും വന്ന് ആരാധിക്കുന്നതിനുള്ള ഒരു ജനപ്രിയ സ്ഥലമാണ്. ഈ ഗുഹ പ്രദേശത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രാദേശിക വിപ്ലവകാരികളുടെ രഹസ്യതാവളമായും വിയറ്റ്നാം യുദ്ധസമയങ്ങളിൽ ഒരു ഫീൽഡ് ആശുപത്രിയായും ഈ ഗുഹ പ്രവർത്തിച്ചിരുന്നു. ഇതിന്റെ മുകളിലുള്ള ദ്വാരം ബോംബാക്രമണത്തിൽ ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. വാട്ടർ മൗണ്ടന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ടാം തായ് പഗോഡ ഈ പ്രദേശത്തെ ഏറ്റവും പഴയ പഗോഡകളിൽ ഒന്നാണ്. ധാരാളം പുരാവസ്തുക്കൾ ഉൾക്കൊള്ളുന്ന ഈ പഗോഡ 1630-ൽ ലേ രാജവംശത്തിന്റെ കാലത്ത് ചൈനയിൽ നിന്ന് മഠാധിപതിയായി വന്ന സന്യാസി ഹങ് ലിയാൻ നിർമ്മിച്ചതാണ്. 400 വർഷം പഴക്കമുള്ള ഈ പഗോഡ ബുദ്ധന്റെയും ബുദ്ധസങ്കേതങ്ങളുടെയും വിപുലമായ കൊത്തുപണികളും പ്രതിമകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. സ്വർഗം, ഭൂമി, ജലം എന്നീ 3 മണ്ഡലങ്ങളിലെ ദേവതകൾക്കായിട്ടാണ് ഈ പഗോഡ സമർപ്പിച്ചിരിക്കുന്നത്. പഗോഡയിൽ 3 വാതിലുകളുള്ള ഗേറ്റ്, ഒരു പ്രധാന ഹാൾ, ചിരിക്കുന്ന ബുദ്ധപ്രതിമയുള്ള ഒരു നടുമുറ്റം എന്നിവയുണ്ട്. ഡനാങ്ങിലെ സന്ദർശനം പൂർത്തിയാകണമെങ്കിൽ ഹോയ് ആൻ എന്ന പുരാതന പട്ടണത്തിൽ ഒരു സന്ധ്യാസമയം കൂടി ചിലവഴിക്കണം. നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഹോയ് ആൻ. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹോയ് ആൻ ശാന്തവും ഗൃഹാതരവുമായ ചാരുത പകരുന്ന ഒരു സ്ഥലമാണ്. 400 വർഷത്തിലേറെ പഴക്കമുള്ള ഈ പട്ടണത്തിന്റെ ആകർഷണം പായൽ മൂടിയ ടൈൽ മേഞ്ഞ മേൽക്കൂരകളും ഊർജ്ജസ്വലമായ വിളക്കുകൾ തെളിയിച്ച തെരുവുകളും നിറഞ്ഞ അതിന്റെ പുരാതന വാസ്തുവിദ്യയിൽ നിന്നാണ്.
വിയറ്റ്നാമീസ് ഭാഷയിൽ ഹോയ് ആൻ എന്നാൽ സമാധാനപരമായ മീറ്റിംഗ് സ്ഥലം എന്നാണ്. ചാം രാജ്യത്തിന്റെ കീഴിൽ 16-17 നൂറ്റാണ്ടുകളിൽ യൂറോപ്പ്, ചൈന, ജപ്പാൻ, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവയ്ക്കിടയിലുള്ള വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറിയപ്പോൾ ഹോയ് ആൻ അഭിവൃദ്ധി പ്രാപിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെ ആകർഷിച്ചിരുന്ന സിൽക്ക് പാതയിൽ ഹോയ് ആൻ ഒരു സുപ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയുള്ള തെക്ക് കിഴക്കൻ ഏഷ്യൻ വ്യാപാര തുറമുഖത്തിന്റെ നന്നായി സംരക്ഷിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഹോയ് ആൻ. അതിന്റെ കെട്ടിടങ്ങളും തെരുവുകളുടെ വിന്യാസവും തദ്ദേശീയവും വിദേശവുമായ സ്വാധീനങ്ങളുടെ മിശ്രിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇവിടെയുള്ള ജാപ്പനീസ് പാലം ഒരു ഐതിഹാസികവും ചരിത്രപരവുമായ നാഴികക്കല്ലാണ്. ജാപ്പനീസ്, ചൈനീസ്, വിയറ്റ്നാമീസ് വാസ്തുവിദ്യാ ശൈലികളുടെ ഒരു സവിശേഷമായ മിശ്രിതമാണിത്. സങ്കീർണമായ കൊത്തുപണികളും വർണ്ണാഭമായ അലങ്കാരങ്ങളുമുള്ള വളഞ്ഞ മേൽക്കൂരയുള്ള മൂടിയ പാലം ഒരു ചെറിയ കനാലിന് കുറുകെ പരന്നു കിടക്കുന്നു. അന്നുണ്ടായിരുന്ന ചൈനീസ്, ജാപ്പനീസ് വാസസ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജാപ്പനീസ് സമൂഹമാണ് ഈ പാലം നിർമ്മിച്ചത്. ഇപ്പോൾ ഈ പാലത്തിന്റെ പുനരുത്ഥാന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ അതിന്റെ യഥാർത്ഥ രൂപം ആസ്വദിക്കാൻ കഴിയുന്നില്ല. വൈകുന്നേരങ്ങളിൽ നഗരം മുഴുവനും പ്രസന്നമായ കരകൗശല വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നു. തൂബോൺ നദിയിൽ കടലാസ് വിളക്കുകൾ തെളിയിക്കാനും റാന്തൽ കത്തിച്ച ബോട്ടിംഗ് ആസ്വദിക്കാനും ധാരാളം ആളുകൾ നഗരം സന്ദർശിക്കാറുണ്ട്. നദിയിലെ വിളക്കുകൾ ഒഴുക്കുന്നത് ആഗ്രഹങ്ങൾ സാധിക്കാനും പൂർവികർക്കും ദേവതകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കും ഉള്ള ഒരു മാർഗമായി കണക്കാക്കപ്പെടുന്നു. ആശങ്കകളുടെ മോചനത്തെയും ശോഭനമായ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെയും ഇത് പ്രതീകപ്പെടുത്തുന്നു. വാസ്തുവിദ്യാ സ്മാരകങ്ങൾ, വാണിജ്യ ഗാർഹിക ഘടനകൾ, ഓപ്പൺ മാർക്കറ്റ്, ഫെറി കടവുകൾ, മതപരമായ കെട്ടിടങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഇഷ്ടികയും തടിയും കൊണ്ട് നിർമ്മിച്ച നന്നായി സംരക്ഷിച്ചിട്ടുള്ള 1100-ൽ പരം കെട്ടിടങ്ങളുടെ ഒരു സമുച്ചയം ഈ നഗരത്തിലുണ്ട്. തദ്ദേശീയവും വൈദേശികവുമായ സംസ്കാരങ്ങളുടെ സംയോജനമാണ് ഈ നഗരത്തിന്റെ അതുല്യമായ അതിജീവനത്തിന് കാരണമായത്. വളരെ നന്നായി സംരക്ഷിക്കപ്പെട്ട വാസ്തുവിദ്യയ്ക്ക് അംഗീകരിക്കപ്പെട്ട ഹോയ് ആനിന്റെ പുരാതന നഗരം ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റാണ്. ഒരു ദിവസം കൂടി ഞാൻ ഡനാങ്ങിലുണ്ട്. വിയറ്റ്നാമിന്റെ ഐക്കോണിക് സിംബലായ ഗോൾഡൻ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന ബാന ഹിൽസിലേക്കാണ് നാളത്തെ യാത്ര. കൂടുതൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക.